ഹായ് എവറി വൺ, ഇറ്റ്സ് മീ മോംസി. വെൽക്കം ടു ബിയോണ്ട് ബുക്ക് സീരീസ് ഡേ 12. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കില്ലിനെ പറ്റിയാണ്. ഹൗ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വിത്തൗട്ട് ലോസിങ് റെസ്പെക്ട്. നമ്മളിൽ പലർക്കും ഒരു ധാരണയുണ്ട്, എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് സ്ട്രോങ് എന്നത്. എസ്പെഷ്യലി മദേഴ്സിനും സ്റ്റുഡൻസിനും ഈ ഒരു പ്രഷർ വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്. പക്ഷെ ഇവിടെ ഒരു അപകടം പതിഞ്ഞിരിപ്പുണ്ട്. എന്താണ്? ആസ്കിങ് ഫോർ ഹെൽപ്പ് വേഴ്സസ് യൂസിങ് പീപ്പിൾ. ഇവ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആസ്കിങ് ഫോർ ഹെൽപ്പ് എന്നത് യു കമ്മ്യൂണിക്കേറ്റ് യുവർ നീഡ് ക്ലിയർലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. അതായത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ട്, നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എന്നെ ഒന്ന് ആ വർക്കിന് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ. ആൻഡ് യൂസിങ് പീപ്പിൾ എന്നത് യു ട്രാൻസ്ഫർ യുവർ റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് കൺസിഡറിങ് ദ അതർ പേഴ്സൺ. അതായത് ഞാൻ ടോട്ടലി ബിസി ആണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നീ തന്നെ മാനേജ് ചെയ്യണം. അതായത് ഇവിടെ നമ്മുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരാളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, so the difference is simple. One is based on respect and the other is based on entitlement. ഒരു എക്സാമ്പിൾ പറയാം. ഒരമ്മ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ആളുടെ സിസ്റ്ററോട് പറയാണ്, നീ ദിവസവും എൻ്റെ കുട്ടിയെ നോക്കണം, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് എൻ്റെ മകളെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. ദിസ് ഇസ് എൻ ഹെൽത്തി അപ്രോച്ച്. ഓക്കെ, ഇവിടെ റിക്വസ്റ്റ് അല്ല, എക്സ്പെക്ടേഷൻ മാത്രമാണ്. ഇതൊരു ഹെൽത്തി അപ്രോച്ച് ആയിട്ട് എങ്ങനെ ആൾക്ക് പറയാമായിരുന്നു? ഈ ഒരു സാറ്റർഡേ എനിക്ക് എക്സാം ഉണ്ട്, ഒരു 2 hours നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൈലബിൾ ആണോ? ഇവിടെ എന്താണ് കാണുന്നത്? ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ടൈമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വെൻ യു ആസ്ക് ഫോർ ഹെൽപ്പ്, ആർ യു ക്രിയേറ്റിംഗ് കണക്ഷൻ ഓർ ക്രിയേറ്റിംഗ് പ്രഷർ? സോ ഇന്നത്തെ നിങ്ങളുടെ ഒരു സ്മോൾ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജെന്യുവൻലി ആവശ്യമുള്ള ഒരു ഹെൽപ്പ് ഐഡന്റിഫൈ ചെയ്യുക. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തുക, ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാരിറ്റിയോടെയാണോ ചോദിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവർ ചെയ്തു തരുന്ന ഹെൽപ്പിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുണ്ടോ എന്ന്. ആൻഡ് ഫൈനലി, ബി someone who builds support, not someone who depends without awareness. That's all for today. Thanks for watching.